ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴത്തിൻ്റെ ഒരു ഹൽവയാണ്. ഓക്കെ, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഇതിനാവശ്യമായത്. നമുക്ക് ആദ്യം പാനിലേക്ക് ഗീ ഒഴിച്ച് കാഷ്യൂം കിസ്മിസും വറുത്ത് കോരി വെക്കാം. അതിനുശേഷം കുറച്ചുകൂടി ഗീ ഒഴിച്ച് അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് പഴം മാറ്റി വെച്ച് പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് വഴറ്റി വെച്ചിരിക്കുന്ന പഴവും ചേർക്കുക. പതുക്കെ നന്നായിട്ട് ഇളക്കി പഴം നന്നായിട്ട് എന്താ പറയുക, ഉടഞ്ഞ് വരും. നന്നായി സ്മൂത്തായി മാഷ്ഡ് ആയ രൂപത്തിലായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് അതിൽ പാനിൽ നിന്ന് കുറച്ച് സമയം നമുക്കിത് ഇളക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പാനിൽ നിന്ന് അത് വിട്ടു പോരുന്നൊരു പാകമുണ്ട്. ഗീ ഇങ്ങനെ സെപ്പറേറ്റായി വിട്ടു പോരുന്ന പാകമാണ് അതിൻ്റെ ഒരു ആക്ച്വൽ കൺസിസ്റ്റൻസി. അപ്പം ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് പാനിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കുറച്ചുകൂടി ഗീയും ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് നമുക്ക് വേറൊരു മോൾഡിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഗീ പുരട്ടി അതിനകത്തേക്ക് ഏകദേശം ഷേപ്പ് വരുന്ന രീതി, റൗണ്ടോ സ്ക്വയറോ എന്തായാലും കുഴപ്പമില്ല, കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കുറച്ച് സമയം വെച്ചിരുന്ന് അത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും ഇത്. ഇവർക്ക് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കൊടുക്കാവുന്നതാണ്, കറിയൊന്നും കഴിക്കാത്ത സമയത്ത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.